നമസ്കാരം. ഏതാണ്ട് 1.25 പതിറ്റാണ്ട് പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. ആ മുല്ലപ്പെരിയാർ തകരുമെന്ന ആശങ്ക ആ അണക്കെട്ടിന് താഴ്വാരത്ത് താമസിക്കുന്നവർക്കുണ്ട്. അവർ വളരെ വേദനയോടെ ആശങ്കയോടെ വർഷങ്ങളായി സമരം ചെയ്യുന്നു. എന്നാൽ അവരെ പരിഹസിക്കുകയും അതൊക്കെ വെറും കെട്ടുകഥകളാണ് എന്ന് പറയുകയും ചെയ്യുന്നവരാണ് ഏറെയും. മുല്ലപ്പെരിയാറിന് ഒരിക്കലും തകരാൻ കഴിയില്ല. അതൊക്കെ വെറുതെ ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കാൻ വേണ്ടി ചിലർ ബോധപൂർവം പരത്തുന്നതാണ് എന്ന് ചിലരെങ്കിലും പറയുന്നു. ആ ശബ്ദത്തിന് ധ്വനി കൂടിയതുകൊണ്ട് മുല്ലപ്പെരിയാറിനെ ഓർത്തുള്ള വേവലാതികളും ആവലാതികളും അവസാനിക്കുകയാണ്. ആകപ്പാടെ വേവലാതിയും ആവലാതിയും ഉള്ളത് മുല്ലപ്പെരിയാറിന് കീഴിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർക്ക് മാത്രമാണ്. 1.25 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു അണക്കെട്ട് ഏതു നിമിഷവും തകരാം. അതുകൊണ്ട് അത് മാറ്റി മറ്റൊരു അണക്കെട്ട് പണിയണം എന്നത് വളരെ സ്വാഭാവികമായൊരു കാര്യമാണ്. എന്താണ് അതിന് തടസ്സം? അത് പുതുക്കി പണിതാൽ കരാർ റദ്ദാകും. അതുകൊണ്ട് തമിഴ്നാടിന് ഇപ്പോഴുള്ള ആനുകൂല്യങ്ങൾ കിട്ടില്ല എന്നുള്ള ആശങ്കയാണ്. ആ ആശങ്ക നിയമപരമായി സുപ്രീം കോടതിയുടെ മധ്യസ്ഥതയിൽ പരിഹരിക്കാനും മുല്ലപ്പെരിയാറിൽ പുതുക്കി പണിതാലും അതിലെ വെള്ളം തമിഴ്നാടിന് കൊടുക്കാനും ഒരു കരാർ ഉണ്ടാക്കാൻ എന്തുകൊണ്ടാണ് കഴിയാത്തത്? ഒരു കാര്യം വളരെ വ്യക്തമാണ്. നമ്മുടെ നാട്ടിലെ പോലല്ല. നമ്മുടെ നാട്ടിൽ ആവശ്യത്തിലധികം വെള്ളമുണ്ട്. പക്ഷെ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നതിൽ വെറുതെ പാഴാവുകയാണ്. എന്നാൽ തമിഴ്നാട്ടിൽ വെള്ളമില്ല. അവരതുകൊണ്ട് മുഴുവൻ വെള്ളവും ശേഖരിച്ച് വെച്ച് കൃത്യമായി കൃഷിക്കും ജലസേചനത്തുമായി വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇടുക്കി ജില്ലയിൽ കുമളി വഴി മധുരയ്ക്കോ ഡിണ്ടിഗലിനോ ഒക്കെ പോവുക, അല്ലെങ്കിൽ തിരുവനന്തപുരത്തു നിന്ന് മധുരയ്ക്ക് പോവുക, നമുക്ക് കാണാൻ കഴിയും രണ്ടിടങ്ങളിലും ഇടതൂർന്ന കൃഷിയാണ്. ആ കൃഷി മുഴുവൻ ജലസംഭരണ വഴി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ജലം തമിഴ്നാടിൻ്റെ അവകാശമാണ്. ഇക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത് ഉറപ്പുവരുത്തിയാൽ ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ വിശ്വസിക്കാൻ തമിഴ്നാട്ടുകാർക്ക് കഴിയുന്നില്ല എന്നത് നമ്മുടെ പരാജയമാണ്. അതുകൊണ്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടെ തൊടാൻ തമിഴ്നാട് സമ്മതിക്കാത്തത്. ഏറ്റവും നല്ല സമയമാണ്. കാരണം പിണറായി വിജയൻ ഏറ്റവും അടുത്ത സുഹൃത്താണ് സ്റ്റാലിൻ. അപ്പോൾ പിണറായി വിജയൻ മനസ്സ് വെച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാം. വിശ്വാസ്യതയാണ് വേണ്ടത്. തമിഴ്നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേരളത്തെ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കൂ, നിങ്ങൾക്ക് ഞങ്ങൾ വെള്ളം തരും എന്ന് ഉറപ്പാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതിനൊന്നും തയ്യാറാവാതെ ഈ സർക്കാർ ഈ ഒരു ജനതയെ മുഴുവൻ ഭീതിയുടെ നിഴലിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. അഡ്വക്കേറ്റ് റസൽ ജോയിയെ പോലുള്ളവർ മാത്രമാണ് അന്നും ഇന്നും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതിക്കാരൊക്കെ പലപ്പോഴും സ്ഥലം കാലിയാക്കി. അതിൽ സമരനായകന്മാരുടെ വേഷം മാറുന്നു. ഈ അണക്കെട്ടിനൊരു കുഴപ്പവുമില്ല എന്ന് വിശ്വസിക്കുന്നവരുടെ വാക്കുകൾക്ക് പ്രാമുഖ്യം വരുന്നു. എന്നാൽ കേട്ടോളൂ, ലോകത്തെ ഏറ്റവും പ്രശസ്തമായ പത്രം ന്യൂയോർക്ക് ടൈംസ്, അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമാണ്. ന്യൂയോർക്ക് ടൈംസ് പറയുന്നു മുല്ലപ്പെരിയാർ അപകടാവസ്ഥയിലാണ്. മുല്ലപ്പെരിയാർ മാത്രമല്ല, ലോകമെമ്പാടും നൂറുകണക്കിന് അണക്കെട്ടുകൾ ഏതു നിമിഷവും തകരാവുന്ന അവസ്ഥയിലാണ്. ആ നാട്ടിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം മൂലം അത് പൊളിച്ചു പണിയാൻ, ഡീകമ്മീഷൻ ചെയ്യാൻ ആരും ഒരുങ്ങുന്നില്ല. അതിൽ തന്നെ ഏറ്റവും അപകടകാരിയായ അണക്കെട്ടുകളിലൊന്ന് മുല്ലപ്പെരിയാറാണ് എന്ന് ന്യൂയോർക്ക് ടൈംസ് എഴുതുന്നു. ന്യൂയോർക്ക് ടൈംസ് ഇത് പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം ലിബിയയിലുണ്ടായ വെള്ളപ്പൊക്കം 2 അണക്കെട്ടുകൾ തകർത്തതുകൊണ്ടാണ്. 2 അണക്കെട്ടുകൾ തകർത്ത് 19,000 പേരാണ് ലിബിയയിൽ കൊല്ലപ്പെട്ടത്. അതുപോലും നമ്മുടെ വേണ്ടതുപോലെ ചർച്ച ചെയ്തില്ല. ഒരു രാജ്യത്തെ അണക്കെട്ടുകൾ തകർന്ന് ഇത്രയധികം ആളുകൾ മരിക്കുമ്പോൾ ഈ അണക്കെട്ടുകളുടെ ചരിത്രം പരിശോധിക്കണം. ഈ അണക്കെട്ടുകളൊക്കെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയ വെള്ളപ്പൊക്കത്തിൽ തകരുമെന്ന് വിദഗ്ധർ പറയുന്നവ തന്നെയാണ്. ചൈനയിൽ തകർന്നിട്ടുണ്ട്, പല രാജ്യങ്ങളിലും തകർന്നിട്ടുണ്ട്. ഇങ്ങനെ തകരുന്ന അണക്കെട്ടുകളുടെ പട്ടികയിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് മുല്ലപ്പെരിയാറാണ്. എന്തുകൊണ്ടോ ഈ ദുരന്തം കാത്തിരിക്കാൻ നമ്മുടെ ഭരണാധികാരികൾ ആരുടെയും തലയിൽ ഇത് കയറുന്നില്ല. ന്യൂയോർക്ക് ടൈംസ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രം മുല്ലപ്പെരിയാറിന്റെ കാര്യം എടുത്തു പറഞ്ഞ് വാർത്ത എഴുതിയിട്ടും ആരും അറിയുന്നില്ല. ന്യൂയോർക്ക് ടൈംസിന്റെ വാർത്ത ഇങ്ങനെയാണ്: The collapse of 2 dams in Libya unleashing torrential floodwaters that the United Nations has said left at least 11,300 people dead and over 10,000 still missing was both predicted and preventable. And they won't be the last big dams to collapse unless we remove and repair some of the aging and obsolete structures are long past their expiration date. അതായത് ഈ 11,000 പേർ കൊല്ലപ്പെടുകയും ഏതാണ്ട് 10,000 പേരെ കാണാതാവുകയും ചെയ്ത ഈ അണക്കെട്ട് ദുരന്തം ഒഴിവാക്കാൻ കഴിയുന്നതായിരുന്നു. നമ്മൾ ഒഴിവാക്കിയില്ല. യുണൈറ്റഡ് നേഷൻസ് അടക്കമുള്ളവർ ഇത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചില്ല. ഈ ദുരന്തം ഇവിടെയും അവസാനിക്കുന്നില്ല. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള അണക്കെട്ടുകൾ റിപ്പയർ ചെയ്യുകയോ പൊളിച്ചു കളയുകയോ ചെയ്യണം.
Like many dams around the world, the Wadi Derna Dam in Libya were built in the 1970s during the era of peak global dam construction, when 1,000 large dams were installed each year. Now most of these dams are reaching the end of their lifespan. 1970-കളിൽ ലോകമെമ്പാടും വൈദ്യുതി, വെള്ളം എന്നീ രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് അണക്കെട്ടുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടാക്കിയതാണിതും. അതിൻ്റെയൊക്കെ കാലാവധി കഴിഞ്ഞു. 1970-കളിലെ കാര്യമാണ് പറയുന്നത്. അതിൻ്റെ കാലാവധി കഴിഞ്ഞു, പൊളിക്കണമെന്നാണ് പറയുന്നത്. Details are still emerging, but the Libya dam collapse appears to have been caused by poor maintenance and by poor monitoring of reservoir that were overwhelmed by the huge rainstorm. Critical warnings were issued last year about the dam's deteriorated state and the repairs need to avoid such a scenario, yet no action was taken. വേണ്ടത്ര കരുതലില്ലാത്തതുകൊണ്ടും ശ്രദ്ധയില്ലാത്തതുകൊണ്ടുമാണ് ലിബിയയിലെ അണക്കെട്ട് തകർന്നത്. Similar disasters waiting happens around the world. The biggest danger is in India and China, where the 28,000 large dams built in the mid of 20th century are now nearing obsolescence. അതായത് ഏറ്റവും അധികം കുഴപ്പമുണ്ടാകാൻ പോകുന്നത് ഇന്ത്യയിലും ചൈനയിലുമാണ്. കഴിഞ്ഞ 100-150 വർഷത്തിനിടയിൽ പണിത 28,000-ഓളം അണക്കെട്ടുകൾ ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നു. ആദ്യത്തെ വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ലിബിയയുടെ കാര്യം പറയുന്നു, ലോകമെമ്പാടും ഇങ്ങനെ അണക്കെട്ടുകളുണ്ടെന്ന് പറയുന്നു, ചൈനയിലും ഇന്ത്യയിലുമാണ് ഏറ്റവും കുഴപ്പമുള്ളതെന്ന് പറയുന്നു. എന്നിട്ട് തുടങ്ങുന്നത് മുല്ലപ്പെരിയാർ ഡാം ഇൻ കേരള, ഇന്ത്യ ഈസ് ഓവർ 100 years old, വിസിബിളി ഡാമേജ്ഡ് ആൻഡ് ലൊക്കേറ്റഡ് ഇൻ എ റീജിയൻ പ്രോൺ ടു എർത്ത്ക്വേക്സ്. ആദ്യം പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുല്ലപ്പെരിയാർ ഡാമാണ്. ഇത് 100 വർഷത്തിലധികം പഴക്കമുള്ളതാണ്. ഇതൊരു ഭൂകമ്പ ബാധിത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. ഇറ്റ്സ് കൊളാപ്സ് വുഡ് ഹാം 3.5 million people ഡൗൺ സ്ട്രീം. ഇത് തകർന്നാൽ 35 ലക്ഷം പേരുടെ ജീവിതത്തെ ബാധിക്കും. ആലോചിച്ച് നോക്കിയേ, ന്യൂയോർക്ക് ടൈംസ് ഏതാണ്ട് 28,000 അണക്കെട്ടുകൾ അപകടകരമായ അവസ്ഥയിലാണെന്ന് പറയുന്നു. അതിൽ ഏറ്റവും കുഴപ്പം പിടിച്ചത് മുല്ലപ്പെരിയാർ ആണെന്ന് പറയുന്നു. ചൈനയിലും മണി അണക്കെട്ടുകൾ കൂടുതൽ. അതിൽ തന്നെ 1ാം നമ്പറായി ന്യൂയോർക്ക് ടൈംസ് വിലയിരുത്തുന്നത് മുല്ലപ്പെരിയാറാണ്. വീണ്ടും പറയുന്നുണ്ട്, ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദ സെക്കൻഡ് മോസ്റ്റ് പ്രൊലിഫിക് ഡാം ബിൽഡർ ആഫ്റ്റർ ചൈന, ദ ആവറേജ് ഏജ് ഓഫ് ഡാം is 60 years old and an estimated 2,200 structures are at high risk of collapse. അമേരിക്കയിൽ 65 വർഷമാണ് ഒരു അണക്കെട്ടിന് ആയുസുള്ളത്. എന്നിട്ടും 2,200 അണക്കെട്ടുകൾ അപകടാവസ്ഥയിലാണെന്ന് അവർ വിലയിരുത്തുന്നു. അപ്പോഴാണ് 120 വർഷം പഴക്കമുള്ള ഒരു അണക്കെട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. The recent infrastructure law direct 3 billion into maintaining some of them, but there are still thousands of dams the federal government is not responsible for and it will cost an estimated 76 billion to fix them. 3 billion, കോടിക്കണക്കിന് രൂപ ഇതെല്ലാം ശരിയാക്കാൻ വേണ്ടി സർക്കാർ അനുവദിച്ചു. പക്ഷേ അതിനേക്കാൾ അധികം ഡാമുകൾ സ്വകാര്യ മേഖലയിലുണ്ട്. അത് അപകടാവസ്ഥയിലാണ്. The risk from aging dams are of particular concern in the face of climate change. Dams are designed to withstand worst case conditions as they can be imagined at the time of construction. But what were once considered once in a century weather events have begun occurring with increasing regularity, putting dams at great risk of either failure or significant weakening of their integrity. ഡാം നിർമ്മിക്കുന്ന സമയത്തെ ദീർഘവീക്ഷണം മാത്രമാണ് ഡാമുകളുടെ സുരക്ഷയ്ക്ക് മാനദണ്ഡമായി എടുക്കുന്നത്. പക്ഷെ കാലം മാറുമ്പോൾ പലതരത്തിലുള്ള ദുരന്തങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പല പുതിയ ഇടങ്ങളും ഭൂകമ്പ ബാധിതമാകുന്നു. പലയിടങ്ങളിലും മണ്ണിടിച്ചിലും മറ്റു തരത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാകുന്നു. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട തകരാനിടയുള്ള ഡാമുകളുടെ വിശദാംശങ്ങളുമായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പറയുന്നു, the tragic dam disaster in Libya is warning siren for other aging dams around the world. Our best tool is removing them altogether. We must start using it much more often. ലിബിയയിൽ ഏതാണ്ട് 20,000-ഓളം പേരുടെ ജീവൻ എടുത്ത അണക്കെട്ട് ദുരന്തം അവസാനത്തെ സൈറണാണ്. നമ്മുടെ മുമ്പിലുള്ള വഴി നീക്കം ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസ് പേരെടുത്ത് പറയുന്ന ആദ്യത്തെ അണക്കെട്ട് മുല്ലപ്പെരിയാറാണ്. കാരണം ഇത്രയേറെ പഴക്കമുള്ള, ഇത്രയേറെ സുരക്ഷിതമല്ലാത്ത മറ്റൊരു അണക്കെട്ട് ലോകത്തില്ല എന്ന് ന്യൂയോർക്ക് ടൈംസ് പറയുന്നു. സായിപ്പ് പറയുമ്പോഴെങ്കിലും വിശ്വസിക്കുക. നമ്മുടെ നാട്ടിൽ പലരും ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പേരിൽ എന്നെ പോലുള്ളവർ പറയുമ്പോൾ പരിഹസിക്കും. ഞാൻ ഒരിക്കലും ഒരു ക്ലബ് ഹൗസിൻ്റെ ചർച്ചയിൽ പോയപ്പോൾ ഒരാൾ ഈ കാര്യം മാത്രം ചോദിക്കാൻ വേണ്ടി വന്നു. ഈ ഒരു മുൻവിധികൾ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ആളുകളുടെ ധാരണ അത് എത്തപ്പെടുന്നത് മഹാദുരന്തത്തിലായിരിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് എന്തെങ്കിലും പറ്റിയാൽ ആലുവായിലും എറണാകുളത്തുമുള്ള ജനങ്ങൾ പോലും വെള്ളത്തിൽ മുങ്ങിപ്പോകും. മറക്കരുത്. ഈ ഭയാനകമായ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കിയാൽ മതിയാവും. ഏതെങ്കിലും മഴക്കാലം വരുമ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിറയുമ്പോൾ മാത്രം വിലപിച്ചിട്ട് കാര്യമില്ല. ഇതെന്തെങ്കിലും തകരും.
എന്നത് മാത്രമേ പ്രശ്നമുള്ളൂ. ഇതുവരെ തകരാത്തത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്ന് കരുതരുത്. അടിയന്തരമായി കേരളീയ സമൂഹം ഒരുമിച്ച് നിന്ന് ഇത് മാറ്റിപ്പണിയാനുള്ള ശ്രമം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ഇതിനുവേണ്ടി സന്ധിയില്ലാ സമരം നടത്തുന്ന അടുക്കൽ റസൽ ജോയി പറയുന്നത് കൂടി കേൾക്കുക. ഒരു തലക്കെട്ട് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാം തകർന്നു, 30 ലക്ഷം ജനങ്ങൾ കൊല്ലപ്പെട്ടു, 10 ലക്ഷം ജനങ്ങൾ മിസ്സിംഗ് ആണ്, കാണാതായി, 10 ലക്ഷം ജനങ്ങൾ ഗുരുതരാവസ്ഥയിലാണ്. അങ്ങനെ അത്തരമൊരു വാർത്ത ലോകമാധ്യമങ്ങളിൽ വരാതിരിക്കണം. അതിന് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഒരു സംഭവം ഉണ്ടായതിനു ശേഷം നോ ക്യൂർ അറ്റ് ഓൾ. അപ്പോൾ സംഭവം ഉണ്ടാകാതിരിക്കാൻ നോക്കണം. ഇപ്പോൾ താങ്കൾ ചോദിച്ചത് ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ്. ലോകത്ത് ഒരു വർഷം 2 ഡാമെങ്കിലും പൊട്ടുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട്. ഇത് സംഭവിക്കാനുള്ളൊരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഡാമുകൾ നശ്വരങ്ങളാണ്. എല്ലാ സ്ട്രക്ചേഴ്സും, എല്ലാ മനുഷ്യനിർമ്മിത സ്ട്രക്ചേഴ്സും നശ്വരങ്ങളാണ്. എന്നെങ്കിലും അതിനൊരു അവസാനം. ഇന്ത്യയിൽ തന്നെ 36 ഡാമുകൾ തകർന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഡാമുകൾ തകർന്ന് മരിച്ച ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് M30 കോൺക്രീറ്റാണ് ഉപയോഗിക്കുന്നത് കൺസ്ട്രക്ഷന്. അതിൻ്റെ 1/6 മാത്രം ബലമുള്ള M5 കോൺക്രീറ്റ് കൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ കോൺക്രീറ്റിനും ഒരു കാലാവധിയുണ്ട്. അത് വെള്ളത്തിലാവുമ്പോൾ അതിൻ്റെ കാലാവധി കുറയും. ഗാഡ്ഗിൽ റിപ്പോർട്ട് പറയുന്നത് 35 to 40 ഇയേഴ്സാണ് ഒരു ഡാമിൻ്റെ കാലാവധി എന്നാണ്. ലോകത്തിലെ ഡെവലപ്ഡ് കൺട്രീസ്, അമേരിക്ക, ഫ്രാൻസ്, ജർമ്മനി പോലെയുള്ള രാജ്യങ്ങൾ 40 വർഷത്തിൽ കൂടുതൽ ഒരു ഡാം നിലനിർത്തില്ല. 40 വർഷമാകുമ്പോൾ 35 to 40 ഇയേഴ്സ് എന്നാണ്. 40 വർഷമാകുമ്പോൾ ആ ഡാം എത്ര ബലമുള്ളതാണെങ്കിലും, എത്ര ശക്തിയുള്ളതാണെങ്കിലും, കപ്പാസിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെങ്കിൽ പോലും ആ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയത് നിർമ്മിക്കും. അത് ഡാമുകളുടെ കാര്യത്തിൽ മാത്രമല്ല, പാലങ്ങളും റോഡുകളും ഒക്കെ അവിടെ അങ്ങനെ തന്നെയാണ്. എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. എല്ലാ എക്യുപ്മെൻസിനും ഹൗ ലോങ് ഇറ്റ് ഈസ് റിലയബിൾ എന്നുള്ളൊരു ചോദ്യമുണ്ട്. 1 ലക്ഷം ജനങ്ങൾ ഇതിൻ്റെ അടിയിലുണ്ട്. ഭാരതത്തിൻ്റെ സ്ട്രാറ്റജിക് നേവി ലൊക്കേഷനായ സദേൺ നേവൽ കമാൻഡ് ഇതിൻ്റെ അടിയിലുണ്ട്. കോടിക്കണക്കിന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്ന BPCL ഇതിൻ്റെ അടിയിലുണ്ട്. കൊച്ചിൻ എയർപോർട്ട് ഇതിൻ്റെ അടിയിലുണ്ട്. നേവൽ ആർമമെൻറ്റ് ഡിപ്പോ ഇതിൻ്റെ അടിയിലുണ്ട്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, ഇതെല്ലാം കോടിക്കണക്കിന് രൂപ നിക്ഷേപമുള്ള ഭാരത സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങളെല്ലാം വെള്ളത്തിലായി പോകില്ലേ? സദേൺ നേവൽ കമാൻഡ് വളരെ സ്ട്രാറ്റജിക് ലൊക്കേഷനിലാണ്. മുല്ലപ്പെരിയാർ ഡാമിന് പകരം പുതിയൊരു ഡാം ഞങ്ങൾ നിർമ്മിക്കാമെന്ന് കേരള സർക്കാർ പറഞ്ഞിട്ട് അത് നടക്കാത്ത ഒരു കാര്യമായിട്ട് അവശേഷിക്കുന്നു. പഴയ ഒരു ഡാമിന് പകരം പുതിയ ഒരു ഡാം എന്തുകൊണ്ട് പണിയുന്നില്ല എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. നിങ്ങളെല്ലാം ഈ ഡാമിൻ്റെ അടിയിൽ ഉറങ്ങിക്കിടക്കുകയാണോ എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. ആരൊക്കെ? കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും. നിങ്ങൾ എന്തുകൊണ്ടാണ് സന്ദർഭത്തിനൊത്ത് ഉയരാത്തതെന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. ആരൊക്കെ? ഇതേ കേരള സർക്കാരും ഇതേ കേന്ദ്ര സർക്കാരും ഇതേ തമിഴ്നാട് സർക്കാരും. 50 ലക്ഷം ജനങ്ങളുടെ ജീവിതത്തിന് ഒരു വിലയില്ലേ? അവർ നാളിതുവരെ സമ്പാദിച്ചു വച്ചിരിക്കുന്ന സ്വത്തുക്കൾക്കൊരു വിലയില്ലേ? അവരുടെ കുഞ്ഞുമക്കൾക്ക് നാട്ടിൽ ജീവിക്കണ്ടേ? കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഉണ്ടാകണ്ടേ?